വെൽക്കം ബാക്ക്. ലെറ്റ് സ്റ്റാർട്ട് അവർ ഹെയർ ഗ്രോത്ത് ചലഞ്ച്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെർഫെക്റ്റ് റിസൾട്ട്. ഞാൻ ഇന്നലെ ചെയ്ത ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ റിസൾട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻഡ്രഫിനെ മൊത്തം നമ്മൾ ആട്ടി ഓടിച്ചു കേസ്. ഒപ്പം നമ്മുടെ ഹെയർ നല്ല സിൽക്കി സ്മൂത്തും ആവും, ഫ്രിസിനെസ് നന്നായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഏത് ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ലാസ്റ്റ് രാത്രിയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ചലഞ്ച് ഡേയിൻ്റെ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു പിടി ഉലുവ നമ്മൾ കുതിർക്കാനിട്ടിട്ടാട്ടോ കിടന്നത്. രാവിലെ നല്ല മഴയായിരുന്നു, നല്ല മടിയായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ചലഞ്ച് ചെയ്യണ്ടേ, നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച്. എണീറ്റ് വഴി കുറച്ചെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എന്നത് നടക്കാറില്ലെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യും ഗൈസ്. അപ്പോൾ കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ, അത് ചെയ്താൽ നല്ലതാണ്. ഇനി ചെയ്യാൻ പോണ സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ ഒരു ദിവസം പോലും മിസ്സാക്കാൻ പാടില്ല. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എന്നും രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ടൈം കിട്ടണമെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മുടിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനാണ് ഈ സ്റ്റെപ്പ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് പറയുന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡാൻഡ്രഫിനെ തുരത്താനുള്ള പരിപാടി ആദ്യം ചെയ്യാം. കാരണം സ്കാൽപ്പ് ക്ലീൻ ചെയ്യാതെ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അറ്റം കോർത്ത് കോമ്പില്ല അതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡാൻഡ്രഫിനെ കുത്തി ഇളക്കുക. പിന്നെ നമ്മൾ ഈ കുത്തി ഇളക്കുമ്പോഴത്തേക്ക് മുഖത്തോട്ടൊരു തുള്ളി പോലും വീഴാൻ സമ്മതിക്കരുത് കേട്ടോ. കുരുവൊക്കെ വന്ന് ആകെ അലമ്പാവും. അപ്പോൾ എൻ്റെ കുറച്ചൊക്കെ വീണായിരുന്നു, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടിയുടെ ലെങ്ത് ആട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ നമുക്കിത് വളർത്തിയെടുക്കണം ഗൈസ്. അതാണ് നമ്മുടെ ചലഞ്ച്. ഓക്കെ, അപ്പോൾ ഡാൻഡ്രഫ് പോകാനും മുടി വളരാനും സ്കാൽപ്പ് മൊത്തത്തിൽ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറമാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. മുഖത്തൊക്കെ ഡാൻഡ്രഫ് വീണിട്ടുണ്ട്. അപ്പോൾ ഇനി സെറത്തിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യാൻ പോണേ. ഉലുവ എടുക്കുക, നമ്മൾ കുതിർക്കാൻ വെച്ച ഉലുവയില്ലേ അതെടുക്കുക. പിന്നെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 ml കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ, അതിൻ്റെ ഹാഫ് മതി കേട്ടോ. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് ആ വരുന്ന ബാക്കി എക്സ്ട്രാക്റ്റ് ഇല്ലേ അതെടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ആവശ്യമുണ്ട് പാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് 2 കുടം വെളുത്തുള്ളി എടുത്തപ്പോഴാണ് എനിക്ക് ഇത്രയും ജ്യൂസ് കിട്ടി. ഇനി നമ്മുടെ ഉലുവയിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ കുതിർക്കാൻ വെച്ചിട്ട് ഉലുവയില്ലേ അത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം തിളപ്പിക്കാൻ. ഇത് ഓൾറെഡി നമ്മളൊരു കപ്പിലാണ് കുതിർക്കാനിട്ടത്. എക്സ്ട്രാ 1 കപ്പും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ട് റെഡ്യൂസ് ആവണം. അതായത് വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കരുത്, 1 കപ്പോളെങ്കിലും കിട്ടുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം കേട്ടോ. ഉലുവ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഫോൾ കുറയ്ക്കാനും ഡാൻഡ്രഫിനെ ഓടിക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഉലുവ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ എല്ലാം കണക്കെന്ന് പറഞ്ഞ ഒരു പിടിയാണ് കേട്ടോ. ഇപ്പോൾ ഉലുവയാണെങ്കിലും നമ്മുടെ ഗാർലിക് ആണെങ്കിലും എല്ലാം ഒരു പിടി. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാർലിക് ജ്യൂസിലോട്ട് നമ്മുടെ ഉലുവ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മുടെ 5 ml കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആണെങ്കിൽ പോലും കണ്ട ചെറിയ കയ്യിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു എണ്ണ മെഴുക്ക് പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത് ആ ഓയിലൊക്കെ ഇട്ടുകൊണ്ടാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. വിശന്നിട്ട് വയ്യ. ആ ഗാർലിക്കിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ ഇനി നമ്മളൊന്നും കൂടി ഹെയർ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് കയ്യിലെടുത്തിട്ട് വരട്ടെ. അല്ലെങ്കിൽ ഞാൻ പിന്നെയാണ് ആലോചിച്ചത് ഒരു ഡ്രോപ്പറിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ തലയിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പിന്നീട് യൂസ് ചെയ്യാനുള്ള സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഒരിക്കലും ആ സൊല്യൂഷനിലോട്ട് കൈയിട്ട് മുക്കരുത്. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ കൊള്ളൂല. ഞാനിപ്പോൾ ഇത് ഫുള്ളും എനിക്കും ഇഞ്ചേട്ടനും കൂടി ഒരുമിച്ചായി എടുത്തേക്കണം. അപ്പോൾ നമുക്കിത് കറക്റ്റ് അളവാണ്. ഇനി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിന് ചെറിയൊരു ചൂടുണ്ടാവും. കാരണം നമ്മുടെ ആ ഉലുവ വെള്ളം തിളപ്പിച്ചല്ലേ എടുത്തത്. അപ്പോൾ ആ നേരിയൊരു ചൂടോടുകൂടി വേണം കേട്ടോ ഇത് തലയിൽ പുരട്ടാൻ. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. അപ്പോൾ നന്നായിട്ട് പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ തലയുടെ ബാക്ക് സൈഡിലും ചെവിയുടെ ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് ഈ സെറം എടുത്ത് പുരട്ടിക്കും കേട്ടോ. കാരണം ചിലവർക്ക് ഇങ്ങനെ ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ പുറ്റു പോലെയൊക്കെ വരില്ലേ. അപ്പോൾ അതിനൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ കുഴപ്പമാവും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഹെയർ ലോസ് ആണ്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാണ് ജിൻചേൻ്റെ തലയുടെ അവസ്ഥ. നിറച്ച് ഡാൻഡ്രഫാണ്. ഫംഗൽ ഇൻഫെക്ഷൻ കൂടി ഉണ്ട്. കാരണം ചെവിയുടെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ പുറ്റു പോലെ വരും. അപ്പോൾ ജിൻചേൻ്റെ തല നന്നായിട്ട് മസാജ് ചെയ്ത് ഈ സെറം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഇത് ചിലപ്പോൾ സ്കിൻ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗാർലിക്കിൻ്റെ എണ്ണം കുറക്കുക, ജ്യൂസിൻ്റെ അളവ് കുറക്കുക. അല്ലെങ്കിൽ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ടും പുരട്ടുക. ഒരുപാട് ഡ്രോപ്പ് ഇട്ടിട്ട് കൊടുക്കേണ്ട. കുറച്ച് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രയും മതി കേട്ടോ. പിന്നെ അധികം നേരം ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നേരത്തെ തന്നെ കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാം. പാക്കിന് നമ്മൾ നേരത്തെ എക്സ്ട്രാക്റ്റ് എടുത്ത് വെച്ചിരുന്ന ഉലുവ ഉണ്ടായിരുന്നല്ലോ, ആ ഉലുവ എടുക്കുക. പിന്നെ ഗാർലിക്കിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ടായിരുന്നല്ലോ അതെടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ ഹാഫും കൂടി എടുത്ത് പിഴിഞ്ഞകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിട്ടും കേട്ടോ. ഈ പേസ്റ്റാണ് ഇനി നമ്മൾ പാക്കായിട്ട് തലയിൽ പുരട്ടേണ്ടത്. ഇതിനകത്തോട്ട് മറ്റേ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അലോവേറയുടെ ജെല്ല് ഇട്ട് കൊടുക്കാം. സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ അലോവേറയുടെ ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ തലയോട്ടി
ഇങ്ങനെ പൊള്ളാൻ ചാൻസ് ഉണ്ട്, നല്ല പൊള്ളൽ ഫീൽ ചെയ്യും. ഇത്രയും വാരി പൊത്തുവാൻ വേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു പേരിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയാൽ മതി. മുടിക്ക് നല്ല സ്മൂത്തനിങ് ആയിട്ടും ഫ്രിസിനെസ് കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എൻ്റെ മുടിയുടെ റിസൾട്ട് നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ, അതാണ്. അത് സ്മൂത്തൻ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ഹെയർ ഇങ്ങനെയൊക്കെയാണ്. ജിൻചേട്ടൻ്റെ ഹെയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് മുടിയിൽ എല്ലായിടത്തും തേച്ചിട്ട് മസാജ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് അധികം മസാജ് ചെയ്യാൻ പറ്റില്ല, കാരണം ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് അത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഞാൻ മസാജ് ചെയ്തിട്ടില്ല. എൻ്റെ ചെവിയുടെ ബാക്കിൽ എല്ലായിടത്തും പുരട്ടി ഒരു 10-15 മിനിറ്റ് ഇരിക്കുക. ഇതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്തെങ്കിലും പൊള്ളലോ കാര്യങ്ങളോ തോന്നിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇഞ്ചേട്ടൻ്റെ തലയിൽ ഞാനത് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴും ഇഞ്ചേട്ടന് ഒരു ചെറിയൊരു പൊള്ളൽ പോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ തലയിൽ നന്നായിട്ട് കുത്തി ഇളക്കിയിട്ടൊക്കെയാണല്ലോ, അപ്പോൾ പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ, ഡാൻഡ്രഫിനെ കുത്തി ഇളക്കിയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ പൊട്ടുന്നതൊക്കെ കൊണ്ടാണ് നമുക്കതിൽ പുരട്ടുമ്പോൾ ഒരു ഇതുണ്ടാവുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടാണ് തല കഴുകണം. ഞാൻ പറഞ്ഞില്ലേ, വീട് മാറിയതുകൊണ്ട് നമ്മൾ അത്ര കംഫർട്ടല്ല വീട്ടിൽ, ബാത്റൂമിൽ, അതുകൊണ്ട് തല കഴുകാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് വേണം കേട്ടോ തല കഴുകാൻ. എൻ്റെ ഷാമ്പൂ മറ്റേ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് പറയാത്തത്. മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ കണ്ടു മുടിയാണ് നല്ല സിൽക്കി സ്മൂത്തായി. പിന്നെ മുടിയിൽ ഡാൻഡ്രഫ് ഒരു തുള്ളി പോലും ഇല്ല, എല്ലാം ഓടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡാൻഡ്രഫ് ഇനി വരികയില്ല എന്ന്. അങ്ങനെയല്ല, 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് വരും. അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഈ ഒരു പാക്ക് മന്ത്ലി 1 or 2 അത്രയൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഹെയർ എന്നും വാഷ് ചെയ്യണവരാണെങ്കിൽ, എണ്ണയിട്ട് വാഷ് ചെയ്യണവരാണെങ്കിൽ എണ്ണ അവോയ്ഡ് ചെയ്യുക, നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കുക. അല്ലെങ്കിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ 1.5 തല കഴുകുക. ഞാനൊരു വീക്കിലി 3 പ്രാവശ്യമൊക്കെ തല കഴുകാറുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഹെയർ വാഷിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ ബൈ.